ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കാണുന്നതാണ് എൻ്റെ വീട്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത്. 45 വർഷം പഴക്കമുള്ള വീടാണ്. ഇനി വീടിന് സൈഡിലായിട്ട് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അതിനകത്തും 2 റൂമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത പാത്രങ്ങളും കലങ്ങളും കുട്ടയും വട്ടിയും എല്ലാം അമ്മ സൂക്ഷിക്കുന്നത് ഈ ഔട്ട് ഹൗസിലാണ്. നിറയെ റബ്ബർ മരങ്ങൾക്ക് നടുവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് കുറച്ച് കയറി വരാനുണ്ട് വീട്ടിലേക്ക്. കല്യാണം കഴിപ്പിച്ചു വിട്ട പെൺമക്കൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്നാൽ എത്ര മണിവരെ കിടന്നുറങ്ങിയാലും ഒരിക്കലും അമ്മമാർ വിളിച്ചുണർത്താറില്ല. എൻ്റെ അമ്മയും അതുപോലെ തന്നെ. ഞാനിന്ന് എണീറ്റ് വന്നപ്പോൾ 8:30 മണിയായി. ഞാൻ എണീറ്റപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴും എൻ്റെ മക്കളും അനിയത്തിയും എണീറ്റില്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ ചൂലുമായിട്ട് ഇറങ്ങി. ഇവിടെ വന്നാൽ ക്ലീനിങ് ആണ് എൻ്റെ ജോലി. മാറാലടിക്കുന്നതും തൂക്കുന്നതും തുടയ്ക്കുന്നതും കഴുകി ഉണക്കിയ തുണികൾ മടക്കുന്നതും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. അകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മുറ്റമടിക്കാൻ ഇറങ്ങി. ഞാൻ നിൽക്കുന്നതിന് നേരെ കാണുന്നത് പട്ടിക്കൂടാണ്. അതിനകത്ത് 2 പട്ടികളുണ്ട്. ഈ പട്ടികളുള്ളത് കാരണം എൻ്റെയോ അനിയത്തിയുടെയോ വീട്ടിൽ അമ്മ നിൽക്കാൻ വരാറില്ല. അങ്ങനെ ഞാൻ തൂത്ത് വന്നപ്പോഴാണ് അമ്മയുടെ കസ്തൂരി മുല്ല നിറയെ പൂവിട്ട് നിൽക്കുന്നത് കണ്ടത്. ഞാൻ കുറച്ച് നേരം കസ്തൂരി മുല്ലയെ നോക്കി നിന്നിട്ട് നേരെ അടുക്കളയിലോട്ട് ചെന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ മക്കളും അനിയത്തിയും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഉള്ളി പൊളിക്കാനിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ചെറിയൊരു വിശേഷമുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയൊക്കെ പൊളിക്കുന്നത്. അപ്പോഴേക്കും വെളുത്തുള്ളി അവൾ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇളയ മോളും കൂടെ എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. എൻ്റെ മൂത്ത മോളാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് അവളെ വീഡിയോയിലൊന്നും കാണാത്തത്. ഞാൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത സമയത്ത് അമ്മ അവിടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചിക്കൻ കറി തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ അമ്മ എന്നെ ഉപ്പ് നോക്കാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി ഉപ്പ് നോക്കി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അമ്മയുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിനും അനിയത്തിയുടെ ഹസ്ബൻഡിനൊക്കെ അമ്മയുടെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. പുറത്തെ വിറകടുപ്പിലാണ് ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി നടക്കുന്നത്. ഞാൻ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്നുണ്ട്. അമ്മ ഇവിടെ ഫ്രൈഡ് റൈസിലേക്കുള്ള കശുവണ്ടിയും മുന്തിരിങ്ങയും എല്ലാം വറുത്തെടുക്കുന്നുണ്ട്. അമ്മ വറുക്കാനെടുത്ത കശുവണ്ടിയും മുന്തിരിങ്ങയും എല്ലാം മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കുഞ്ഞിലെ ഞാനും അനിയത്തിയും ഇതുപോലെ തന്നെയായിരുന്നു. അമ്മ പായസത്തിലിടാൻ വയ്ക്കുന്ന സാധനങ്ങളൊന്നും സമയമാകുമ്പോൾ കാണാറില്ല. മുഴുവനും ഞങ്ങൾ കഴിച്ചുകൊണ്ട് പോകുമായിരുന്നു. അമ്മ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഫ്രൈഡ് റൈസിലിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അമ്മ സേമിയ പായസവും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ടേസ്റ്റ് നോക്കി കുറേ പായസം അകത്താക്കി. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങൾക്കും പ്രത്യേക ടേസ്റ്റാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ എത്ര ശ്രമിച്ചാലും ഇതിൻ്റെ 7 അയലത്തെത്തില്ല. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. അതെല്ലാം അനിയത്തിയാണ് കഴുകിയത്. അങ്ങനെ ഞാൻ പോയി മേലൊക്കെ കഴുകി വന്ന് റെഡിയാവുന്നത് എന്തിനാണെന്നല്ലേ പറയാവേ. എവിടെയും പോകാനൊന്നും അല്ല കേട്ടോ. അപ്പോൾ 2 പേര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടേ. ഇവരാണ് ഇന്നത്തെ VIPs. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളും അവളുടെ ഹസ്ബൻഡുമാണ്. 2 ആഴ്ച മുന്നേ ആയിരുന്നു ഇവരുടെ കല്യാണം. അപ്പോൾ ഇവർക്ക് വിരുന്ന് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ വിശേഷം. ഈ നിൽക്കുന്നതാണ് എൻ്റെ അനിയത്തി. ഇതെൻ്റെ നാത്തൂൻ. ഈ നിൽക്കുന്നത് എൻ്റെ മാമൻ. വളരെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പയ്യനെയും പെണ്ണിനെയും ഇരുത്തി ഫുഡ് വിളമ്പി തുടങ്ങി. അനിയത്ത് നിന്ന് വിളമ്പുന്നുണ്ട് അവർക്കായി. ഇവിടെ പുറത്ത് 4 പേർക്ക് ഒരുമിച്ചിരിക്കാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അകത്ത് ഡൈനിങ് ടേബിളിലാണ് ഇരുന്നത്. എൻ്റെ ഹസ്ബൻഡും അനിയത്തിയുടെ ഹസ്ബൻഡും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോഴേക്കും ഇവർ കഴിച്ചൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ അകത്തിരുന്ന് ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. 4-4:30 മണി വരെ എല്ലാവരും കൂടെ വീട്ടിലുണ്ടായിരുന്നു. അവരെല്ലാവരും പോയി അധികം വൈകാതെ തന്നെ ഞങ്ങളും തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.